പത്തനംതിട്ട പാറമട അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇരുമ്പ് വടം എത്തിച്ച ശേഷമാണ് രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശി, ഈ രക്ഷാപ്രവർത്തനം പുനരാരംഭിച്ചു എന്ന് പറയുമ്പോൾ പോലും സമയം വൈകുന്നു എന്നത് ഈ രാത്രി സമയങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുക അവിടുത്തെ ഒരു സാഹചര്യത്തിൽ പ്രാക്ടിക്കലാണോ? അഭിലാഷ് സൂചിപ്പിച്ച പോലെ വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് അത് ഉള്ളത്. കാരണം രാവിലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ച സമയത്ത് ഫയർഫോഴ്സിന്റെ അതുപോലെ തന്നെ NDRFന്റെ സംഘം ഈ സ്ഥലത്തെത്തി 7 മണിക്ക് തന്നെ എത്തി. തുടർന്ന് ഈ ഹിറ്റാച്ചി കിടക്കുന്ന ഇതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ബീഹാർ സ്വദേശിയായ ജീവനക്കാരനെ തൊഴിലാളി അവിടെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി ഇതിനകത്ത് ഇറങ്ങുകയും ഒപ്പം ഇതിന് വടം കെട്ടി വലിക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് പ്രായോഗികമല്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇരുമ്പ് വടം, വലിയ വടം കരുനാഗപ്പള്ളിയിൽ നിന്ന് എത്തിച്ച് അത് ഹിറ്റാച്ചിയും കൂടെ പറയണം. ഹിറ്റാച്ചി അത് എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഹിറ്റാച്ചിയും ഒപ്പം ഈ കണക്ട് ചെയ്യുന്ന ഒരു ഉപകരണം കൂടെ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്നൊരു നിലപാടിലാണ് ദൗത്യ സംഘം ഉള്ളത്. എന്തായാലും അതിനുള്ള സമയമാണ് ഇപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ ഇത് 8 മണിക്ക് നിർത്തിവെച്ച ഈ രക്ഷാപ്രവർത്തനം പിന്നീട് ഈ ഇരുമ്പ് വടം എത്തിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന അല്പസമയം മുമ്പാണ് ഇരുമ്പ് വടം ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചത്. ഇനിയും ഹിറ്റാച്ചി കൂടി, വലിയൊരു ഹിറ്റാച്ചി കൂടി എറണാകുളത്ത് പറഞ്ഞാൽ അത് കോന്നിയിലെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് എത്തിച്ചെങ്കിൽ മാത്രമേ ഇത് ഹിറ്റാച്ചി, അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചി അവിടെ നിന്നും പാറമടയിൽ നിന്നും വലിച്ച് നീക്കം ചെയ്യാൻ കഴിയില്ല. അതിനുശേഷമേ അതിൽ കുടുങ്ങിയിരിക്കുന്ന തൊഴിലാളിയെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് ദൗത്യ സംഘത്തിന്റെ ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ NDRFന്റെയും അതുപോലെ ഫയർഫോഴ്സിന്റെയും വിദഗ്ധരായ സേനാംഗങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ട്. പക്ഷെ നേരിയ മഴയും ഈ പ്രദേശത്ത് ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഈ പാറക്കെട്ടുകൾ തുടർച്ചയായി ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ തന്നെ ഇടിഞ്ഞു വീഴുന്നതും വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുന്നു. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എന്തായാലും ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് മറ്റ് അപകടങ്ങളൊന്നും പറ്റാതെ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ, ഈ ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളെ, തൊഴിലാളിയെ പുറത്തെടുക്കുക എന്നുള്ളതാണ് വലിയ ശ്രമകരമായ ജോലി. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതേസമയം വലിയ വിമർശനങ്ങളും ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉയരുന്നുണ്ട്. 24 മണിക്കൂറായി അപകടം നടന്നിട്ട് അത് ഈ സമയം വരെ ഈ ഹിറ്റാച്ചിയുടെ ഉള്ളിൽ കിടക്കുന്ന ജീവനക്കാരനെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വിമർശനം കേരള കോൺഗ്രസിന്റെ നേതാവും മുൻ MLA-യുമായ ജോസഫ് ബുശ്ശേരി ഇവിടെ വരികയും അദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രവർത്തകരെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. നാട്ടുകാരും പാറമടയ്ക്കെതിരെ പ്രതിഷേധം പുറത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ പാറമടയിൽ ഈ അകപ്പെട്ട തൊഴിലാളിയെ പുറത്തെടുക്കുന്ന ശ്രമം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള ഇരുമ്പ് വടം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ ഹിറ്റാച്ചിയും ഇരുമ്പ് വടം കെട്ടി വലിക്കുന്നതിനുള്ള ഹിറ്റാച്ചിയും അത് ബന്ധിപ്പിക്കുന്ന ഒരു ഉപകരണം കൂടി വേണം. അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജോലികൾ ഈ ദൗത്യ സംഘത്തിന് നടത്താൻ കഴിയുള്ളൂ. അതിനുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും വിദഗ്ധരായ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള വിദഗ്ധരായ NDRF സംഘത്തിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പ്രത്യേക സംഘം ഈ സംഭവ സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. പാറ ഇടിഞ്ഞു വീണ് കുടുങ്ങിക്കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചുവെങ്കിലും ദുർഘടമാണ്, ശ്രമകരമാണ് ആ തെരച്ചിൽ എന്നത് തന്നെയാണ് ശശിനാരായണൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.